പാർലമെന്റ് മണ്ഡല പുനർനിർണയത്തിൽ ഇന്ത്യയിൽ കൂട്ടുന്ന സീറ്റിന് ആനുപാതികമായ വർധനവാണ് കേരളത്തിന്റെ ആവശ്യം. 1971 ജനസംഖ്യ അടിസ്ഥാനമാക്കണമെന്നതാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. 2011 സെൻസസ് പരിഗണിക്കാനുള്ള BJP തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. 1971 സെൻസസ് പ്രകാരമാണ് രാജ്യത്ത് പാർലമെന്റ് മണ്ഡലങ്ങൾ നിലവിലുള്ളത്. ഇതിനെയാണ് 2011 സെൻസസ് പ്രകാരം പുനർനിർണയിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്. 1971 ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കേരളം ജനസംഖ്യാ നിയന്ത്രണത്തിലും വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ മുന്നേറുകയും ചെയ്തു. എന്നാൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ച കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന നടപടിയാണ് കേന്ദ്രം മണ്ഡല പുനർനിർണയത്തിലൂടെ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ജനസംഖ്യ നിയന്ത്രിച്ചാൽ നഷ്ടം, നിയന്ത്രിക്കാതിരുന്നാൽ നേട്ടം എന്ന സന്ദേശമാണ് ബില്ലിലൂടെ BJP നൽകുന്നതും. കേരളം മുന്നോട്ട് വെക്കുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉള്ള അനുപാതം സംസ്ഥാനങ്ങൾ തമ്മിൽ ഈ എണ്ണം കൂട്ടിയാലും കീപ്പ് ചെയ്യണം. അത് അനുപാതം ഉണ്ടെങ്കിൽ നമുക്ക് 31 സീറ്റ് കിട്ടണം. ഇപ്പം 23 സീറ്റാണ്. 8 സീറ്റാണ് നമ്മുടെ കുറയണേ. അതുകൊണ്ട് നമ്മുടെ ഡിമാൻഡ് വേറെ ഒന്നുമല്ല. എത്ര സീറ്റ് ഇന്ത്യ കൂടുന്നോ ആ അനുപാതികമായിട്ട് നമ്മുടെ വർദ്ധിക്കണം. 2011 സെൻസസ് പ്രകാരം മണ്ഡലം പുനർനിർണയിക്കുകയാണെങ്കിൽ 543 മണ്ഡലങ്ങൾ എന്നത് 850 ഉയരും. അതായത് 57% വർധനവ്. വടക്കേ ഇന്ത്യയിൽ മാത്രം 73% സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 33% വർധനവും കേരളത്തിൽ മാത്രമായി കേവലം 15%ന്റെയും വർധനവാണ് ഉണ്ടാകുക. BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം പാർലമെന്റിൽ കൂടും. ഇപ്പോൾ കഷ്ടിച്ച് ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കൂടും. ഓരോ സംസ്ഥാനത്തുള്ളിലും സീറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ബൗണ്ടറികൾ മാറ്റണം. എണ്ണം കൂടിയല്ലോ, അതെങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. വനിതാ സംവരണ ബില്ലുമായി മണ്ഡല പുനർനിർണയത്തെ കൂട്ടിക്കെട്ടുന്നതും BJPയുടെ തന്ത്രമായാണ് വിലയിരുത്തുന്നത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും വലിയ പ്രക്ഷോഭമാകും കേന്ദ്രത്തിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ ഉയരുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.